പട്ടിണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും ഓർത്തത് അവിടെ തീർന്നുകൊണ്ടാണ്. BJP വോട്ട് കാണും, മോദിയും ഷായും വോട്ട് കാണും. അവർ ജയിച്ചു വന്നു. അവർ ജയിച്ചില്ല. കൃഷിക്കാർ രംഗത്ത് വന്നു. അന്നോട് പറയാത്തതുപോലെ രംഗത്ത് വന്നു പറഞ്ഞു. ആരും മഹാനം മുഴക്കിയിട്ടല്ല. മഹാപ്രവാഹം കിടക്കി പഞ്ചാബിലെ, UP-യിലെ, ഹരിയാനയിലെ എല്ലാ ഭാഗത്തു നിന്നും കൃഷിക്കാർ വന്നു. ആയിരക്കണക്കായി വന്നു. ഗവൺമെന്റ് ഓർത്തത് അവർ വന്നു തിരിച്ചു പോകുമെന്നായിരുന്നു. അത്തരം മരമുണ്ടാകാറുണ്ട്, തിരിച്ചുപോക്കമുണ്ടാകാറുണ്ട്. അവർ ഓർത്തത് മകനായിരിക്കും, നാളെ മടങ്ങി പോകുന്നു. ആഴ്ച 1 ആയി 2 ആയി അവർ പോകുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് കരുതി പുഴക്കാറ്റ് വീശും, കൊടുംചൂട് വരും, താങ്ങാനാകാതെ ഇവന്മാരെല്ലാം മടങ്ങിപ്പോയിക്കൊള്ളുന്നു പറയും. അവർ മടങ്ങിപ്പോയില്ല. ഭാര്യമാരെത്തുന്നു, മക്കളെത്തുന്നു, ബന്ധുക്കളെത്തുന്നു, ട്രാക്ടറെത്തുന്നു. അവർ വന്നത് നിൽക്കാൻ വേണ്ടിയാണ്, പോകാൻ വേണ്ടിയല്ല. അവർ പറഞ്ഞു ഈ നിയമങ്ങൾ നിയമങ്ങളാണ്, അത് പിൻവലിക്കാതെ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ആയുധങ്ങൾ അയച്ചു, പോലീസിനെ വിന്യസിച്ചു, അസ്ത്രസൈനികർ വന്നു, മുഴുവേലി കെട്ടി, കോൺക്രീറ്റ് ഭിത്തി ഉണ്ടായി, എല്ലാം ഉണ്ടായി. അവർ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിനില്ല, പക്ഷെ ഞങ്ങൾ സമരത്തിനുണ്ട്. എന്തു ചെയ്യാം നിങ്ങൾക്ക്? അടിക്കാം, വിടവയ്ക്കാം, കൊല്ലാം, പക്ഷെ മടങ്ങിപ്പോകില്ല. ആ പോരാട്ടം ഇന്ത്യ മറക്കില്ല. അവർക്കൊപ്പം നിന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. ഒരു ദിവസമല്ല പോയതിനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരിക്കൽ പോയാൽ പിന്നെയും പോയി പോകും. അങ്ങനെ പോയി ദിവസങ്ങളും ആഴ്ചകളും അവർക്കൊപ്പം രാവും പകൽ നിന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. അവരുടെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ, വിതരണം ചെയ്യാൻ, ആഹാരം കഴിക്കാൻ, അവർക്ക് വേണ്ടി കമ്പിളി പുറപ്പെട്ടാക്കാൻ, അവർക്ക് വേണ്ടി ഈ കേരളത്തിലെ പെരുമ്പാവൂർ ഭാഗത്ത് വാഴക്കുളത്തെ പൈനാപ്പിൾ അവിടെ എത്തി ട്രക്ക് കണക്കിന് അത് വിതരണം ചെയ്യാൻ വേണ്ടി എല്ലാ ക്യാമ്പുകളിലും ഞാൻ പോയി. അവരാരും പാർട്ടിക്കാരല്ലായിരുന്നു, കൃഷിക്കാരെത്തി. കമ്പിളി വസ്ത്രങ്ങൾ, കമ്പിളി പുറപ്പുകൾ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം എത്തി. സർക്കാർ ഭയപ്പെട്ടു പോയി. മാസങ്ങളായിട്ടും അവർ പോകുന്നില്ല. ചൂട് പോയി, വെളുപ്പ് വന്നു, തണുത്ത കാറ്റ് വീശി. അവർ പക്ഷെ പോകുന്നില്ല. അവർ തീ കൂട്ടിച്ചിട്ടും കാത്തിരുന്നു. അപ്പോഴും ഞാൻ ഉണ്ടായിരുന്നവരുടെ കൂടെ. ഞാൻ മാത്രമല്ല, ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി പേർ. അവസാനം സർക്കാർ മനസ്സിലാക്കി ഇവർ മടങ്ങിപ്പോകില്ല കാരണം മോദി ഗവൺമെന്റ് ആദ്യമായിട്ട് വിട്ടുകൊത്തി. ആ ഗവൺമെന്റിനെ കൃഷിക്കാർ വിട്ടുകൊത്തിച്ചു.